ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? മുണ്ടക്കയം. അതെ, ഒരു അവധി ദിവസം കിട്ടിയപ്പോൾ നമ്മൾ നേരെ ഇറങ്ങിയിരിക്കുന്നത് കുട്ടിക്കാനം. ഞങ്ങൾ മാത്രമല്ല, അതാ എന്തോ ഹായ് പറമാവേ. ഹലോ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ബുക്ക് എടുത്തോണ്ട് വന്നതാണ്. അതെ, കിടന്ന കിടപ്പില് ഇനി അവിടെ എത്തിയിട്ട് വേണം ഒന്ന് ഫ്രഷ് ഒക്കെ ആക്കി എടുപ്പിക്കാനായിട്ട്. നമ്മളിപ്പോൾ മുണ്ടക്കയം എത്തി ഒരു ചായ കുടിക്കാൻ നിർത്തി. ചാക്കോ വണ്ടിക്കകത്ത് കിടന്ന് ഉറക്കം. ജോമി അവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയത്തായി 6:30. നമ്മളൊരു 6:45 ആകുമ്പോഴത്തേക്ക് നേരെ പാഞ്ചാലിമേട് പിടിക്കാനാണ് ഉദ്ദേശം. പാഞ്ചാലിമേട് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിക്കാനം, അത് കഴിഞ്ഞ് അങ്ങനെ പോവുക. ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പ്, എവിടെ സ്റ്റേ ചെയ്യുന്നില്ല. നമ്മൾ രാവിലെ ഇറങ്ങി. ഇപ്പോൾ എന്തായാലും നല്ല ക്ലൈമറ്റ് ആണ്, മഴയൊന്നുമില്ല, അത്യാവശ്യം കോടയൊക്കെ കൊണ്ട് വരുന്ന വഴിക്ക് നമ്മൾ നല്ല ക്ലൈമറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വെളുപ്പിനെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിനി നേരെ പാഞ്ചാലിമേട്ടിലേക്ക്. ഒരു അടിപൊളി കാലാവസ്ഥ ഉണ്ടല്ലേ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മളിപ്പോൾ കണ്ടപ്പോൾ നിർത്തിയതാണ്. പാഞ്ചാലിമേട് പോകുന്ന വഴിക്ക് നമ്മളിപ്പോൾ മുണ്ടക്കയം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഫുള്ള് ഇത് തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ കണ്ട എങ്ങനെയാണ് വണ്ടി നിർത്താതിരിക്കുന്നത്? പോകുന്ന വഴിക്ക് എല്ലാം ഇത് തന്നെയാണ്. എത്ര കണ്ടാലും മതി വരത്തില്ല. നമുക്ക് ഇതോ കണ്ടില്ലേ, അവിടെ സൂര്യൻ ഉദിച്ച് വരുന്നു. ഒക്കെ നേരെ സൺറൈസിന് മുന്നേ പാഞ്ചാലിമേട് എത്തണമെന്ന് വിചാരിച്ചു, പക്ഷേ സാധിച്ചില്ല. എങ്കിലും കണ്ടോ, ഈ സമയത്തൊക്കെ ഈ ക്ലൈമറ്റിലൊക്കെ തീർച്ചയായും നേരെ വരിക പാഞ്ചാലിമേട്ടിലേക്ക്. ഒന്നും വെച്ച് പിടിക്കണ്ട. എങ്ങനെയുണ്ട് ഡി? പ്രതീക്ഷിച്ചത് എന്താ ചാക്കോ? അവന് ഒന്നൊരു വികാരമല്ലോ, ഒന്നുമില്ല. ഉറക്കത്തിൽ നിന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. കണ്ടാ, സൂപ്പറാണാ ചാക്കോ? ഇതൊന്നും പറയത്തില്ല. വായിൽ ഒന്നും, അവൻ്റെ വായിൽ വിരലിട്ട് തിരിക്കാൻ പോലും ഒന്നും പറയത്തില്ല അവൻ. ഇതാ വരുന്നുണ്ട്, അടുത്ത ഇറങ്ങി വരുന്നു. വാ. വീട്ടിൽ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് വന്നുകൊണ്ടാണ് ഈ ഉടുപ്പ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഉടുപ്പൊക്കെ മാറ്റി കൊടുക്കണം. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു പാഞ്ചാലിമേട്. ഇതാ കുറച്ച് മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ അതാ ഇവിടെയാണ് പാഞ്ചാലിമേടിൻ്റെ എൻട്രൻസ്. നമ്മളങ്ങനെ ഇറങ്ങി പിള്ളേരെയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് അകത്തോട്ട് കയറാം എന്ന് കരുതി നമ്മളങ്ങനെ ഇവിടെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ക്ലൈമറ്റ് എല്ലാം പ്രതീക്ഷിച്ച് മലയുടെ ചുരം കയറി മേളിൽ എത്തിയപ്പോഴത്തേക്കും കണ്ടില്ലേ, ഇവിടെ താഴെയാണ് എല്ലാം ഉള്ളത്. മേളിലൊന്നുമില്ല. മേളിൽ നല്ല ക്ലിയർ സ്കൈ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. എല്ലാം നല്ല ക്ലിയർ സ്കൈ ആയിട്ട് കിടക്കുകയാണ് മേളിൽ. താഴോട്ട് കണ്ടില്ലേ, നമ്മൾ ഇതും പ്രതീക്ഷിച്ചാണ് മേളിൽ വന്നത്. മേളിൽ വന്നപ്പോഴത്തേക്കും താഴെ അതിനപ്പുറം കണ്ടോ. രാവിലെ എത്തേണ്ടതായിരുന്നു. രാവിലെ എത്തിയിരുന്നെങ്കിൽ ഇവിടെ പാഞ്ചാലിമേടിൽ അടിപൊളിയായിരുന്നു. നമ്മളങ്ങനെ എത്തിയിരിക്കണോ ഇപ്പോൾ സമയത്തേ 7:15 നമ്മൾ എത്തി. നമ്മളൊരു 6 മണിക്ക് എത്തണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ നമ്മൾ പയ്യെ ചുരമൊക്കെ കയറി വന്നുകൊണ്ട് പയ്യായി. അവിടെ കണ്ടില്ലേ, ഒരു മഴയെങ്കിലും പെയ്തിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. ഇപ്പം നല്ല ഭംഗിയുണ്ട്. തിരക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം 2-3 വണ്ടികളുണ്ട്. അങ്ങോട്ടൊക്കെ വണ്ടികളുണ്ട്. ഇവിടെയാണ് പാഞ്ചാലിമേടിൻ്റെ എൻട്രൻസ്. നമ്മളപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ബസ് വരുന്നു. അങ്ങനെ വന്നിറങ്ങി. എന്തു പറ്റി? അതെന്തുവാ? പല്ല് തേക്കുന്നതിൻ്റെ ഇതാണ് കണ്ടോ. വന്നിറക്കി നമ്മളിവിടെ നിർത്തി. 2 പല്ല് തേപ്പിക്കുകയാണ്. പല്ല് തേപ്പിച്ച് ഇനി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം നേരെ അകത്തോട്ട് കയറ്റാൻ. ഉറക്കത്തിൽ നിന്ന് എണ്ണിപ്പിച്ച് വന്നതാണ് ഒരാൾ. എങ്ങനെയുണ്ട് പല്ല് തേച്ചിട്ട്? വീട്ടിലൊന്നും പല്ലിക്ക് സ്ഥലമില്ലാണ്ട് ഇവിടെ പാഞ്ചാലിമേട് വന്ന പല്ലിക്കാണോ? കൊള്ളാമോ മാവേ? സൂപ്പറാണാ? സൂപ്പറാ. ആ ചാക്കോ ഇതവിടെ പോയി? ചാക്കോ ജോൻ്റെ നിൽക്കുന്നു. മാവ എങ്ങോട്ട് പോവാണോ? നമ്മൾ കയറുകയാണ് പാഞ്ചാലിമേട്ടിലേക്ക്. ഇവിടെ എത്ര ഓപ്പൺ ആയിട്ടുണ്ട്. നേരെ ചെല്ലുന്നു. നല്ല തെളിഞ്ഞ ആകാശം. നമ്മൾ കുറച്ചും കൂടെ കോടയും ക്ലൈമറ്റെല്ലാം പ്രതീക്ഷിച്ചതാണ്. ഒന്നും കിട്ടിയില്ല. ഇനി ഇവിടെ കയറി നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം മേലോട്ട് നടന്നു പോകാനായിട്ട്. ഹായ്, ഞങ്ങൾ അങ്ങനെ പാഞ്ചാലിമേട് എത്തിയിരിക്കുകയാണ്. അതാണ്ടേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. വെള്ളം പാഞ്ചാലിമേട് വന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ട ഒരു അപൂർവ ജീവി കണ്ടില്ലേ? ഇത് അതെ, പലരും പറയായിരിക്കും അവരിഷ്ടം പോലെ കാണുന്നത്. നമ്മളിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് പാഞ്ചാലിമേടിൻ്റെ ടോപ്പിലേക്ക് ഇരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് കണ്ടില്ലേ, ഒരു ഫ്രെയിം, ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫ്രെയിം ഇടുക്കി വൈബ്സും പറഞ്ഞ് ഉണ്ടാക്കി വെച്ചേക്കുന്നു. പക്ഷേ ഇതിലെ ഏറ്റവും പരിതാപകരമായ കാര്യം എന്തെന്നാൽ ഇവിടെ വരുന്നവർ തന്നെ അതിനകത്തൊക്കെ അവരുടെ പേരും നാളും അതെല്ലാം എഴുതി വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു സിവിക് സെൻസ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. കണ്ടില്ലേ, എല്ലാം ഇങ്ങനെ പേരൊക്കെ എഴുതി. അവർക്കൊക്കെ ഒരു ബോധവും ഇല്ല ഇതൊക്കെ ചെയ്യാനായിട്ട്. എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള സാധനമാണ് ഇതൊക്കെ. കണ്ടില്ല, ഇങ്ങനെ ഒന്ന് നശിപ്പിക്കാനായിട്ട്. ഇവർക്ക് പഠിത്തം വിവരമൊന്നും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരാണോ ഇതെല്ലാം? അല്ല, ഒത്തിരി പേരെഴുതി വൃത്തികേടാക്കി വെച്ചിരിക്കുന്നതൊക്കെ. പാഞ്ചാലിമേട് വന്ന് കഴിഞ്ഞാൽ ഒന്ന് കാണിക്കുന്നത് കണ്ടോ. ഇങ്ങനെ കയറി നിന്ന് ഓരോ ഫോട്ടോ എടുക്കും. ഒരുത്തന്നെ ഇവിടെ എടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധം. അവന് വിശക്കുന്നു. അവന് തിന്നാനും കുടിക്കാനും വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവനെ എടുത്തേ പറ്റത്തുള്ളൂ. എന്താ വേണം ഭാവിക്ക്? എന്താ വേണ്ട? തിന്നാനും കുടിക്കാനും എന്താ വേണ്ട? വട്ടത്തിൽ സർക്കിളായിട്ടുള്ള സാധനം വേണോ? തിന്നാൻ എന്താ വേണ്ട? സർക്കിൾ പോലത്തെ സാധനമോ? 2 വേണോ? കുടിക്കാനാ 2 2 വെള്ളോ? എത്രയും മതിയാ? എന്നാ ഇത് സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ ഉമ്മ മേടിക്കുക.
എന്തിനു വേണമെങ്കിലും കൊച്ചുമ്മ വന്നോളൂ. പക്ഷേ കൊച്ചിൻ്റെ കാര്യം സാധിച്ചു കൊടുത്താൽ മാത്രം മതി. സ്വന്തമായിട്ട് ലിറിക്സൊക്കെ എൻ്റെ ബേബി ഉണ്ടാക്കി പാടും. ഇല്ലേ ബേബി? ഒന്ന് പാടിക്കേ ബേബി. പല നാൾ മറഞ്ഞ വീണയിലോ? ഏത് വീണയില്? ഒരു രാത്രി, ഒരു രാഗം, രാത്രി പകല്. ഇതെന്തുവാണ്? 2 അരിച്ചാക്കൾ ഇരിക്കുന്ന കണ്ടോ? റേഷൻ കടയിൽ എടുത്തോണ്ട് വന്നതാ 2 ഇരിക്കുന്നു. ഒരു പുഴുക്കലരി, ഒരു പച്ചരി. വാ എണീറ്റ് വാ ചാക്കോ, വാ ചാക്കോ. 2 ഫ്രീക്കന്മാരാ. വാ. അങ്ങനെ നമ്മൾ പാഞ്ചാലിമേട്ടിനോട് ഇവിടെ പറയുകയാണ്. നമ്മൾ ഇനി അടുത്ത് പോകുന്നു കുട്ടിക്കാനം പിടിച്ച്. ബൈ ബൈ പറയാനായിട്ടില്ല. നമ്മളങ്ങനെ ഇവിടുന്ന് നേരെ ഇനി വിലയല്ല. നീ എന്ത് ഇവിടെ വില പറയാനായിട്ട്? ഇത് വെള്ളിയാണ്. വാ തുറന്നു കഴിഞ്ഞാൽ വെള്ളിയാണ്. പാഞ്ചാലിമേട്ടിന് വില പറയുന്നോ? അതിന് പിന്നെ നീ എന്തിനാ വില പറഞ്ഞത്? അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ ഇനി അടുത്ത കുട്ടിക്കാനം പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സമയം ഇപ്പം 8:45 കഴിഞ്ഞു. ഐസ്ക്രീമോ? ഐസ്ക്രീം ഒന്നും ഇപ്പോൾ രാവിലെ ഇല്ല. നമുക്ക് താഴോട്ട് പോയിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കാം. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും കോടയൊക്കെ കയറി വരുന്നു. എന്താണ് ഐശ്വര്യം? കണ്ടില്ലേ? മാൻഡ്രേക്കുകളല്ലാണോ? എല്ലാവരും മാൻഡ്രേക്ക്. കഴിഞ്ഞപ്പോഴത്തേക്കും കോടയും വരുന്നു. പക്ഷെ നല്ല വെയിലുണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട്. അതിലെയോ? ഇതിലേ പോകാം നമുക്ക്. അവന് ഇഷ്ടമുള്ള വഴി കൂടെ പോയിക്കോ. അതിലേ പോകണം, ഇതിലേ പോകണോ? ഇതിലേ പോകണം. പോ. ഉണ്ടോ? പിള്ളേരൊക്കെ ഇങ്ങനെ അഴിച്ചങ്ങ് വിട്ടൊക്കെയാണ്. എക്സ്പ്ലോർ ചെയ്യുക. പിള്ളേരൊക്കെ കൊണ്ടുവരിക, ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് നടന്ന് ഇങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. ഈ ചെറിയ പ്രായത്തിൽ ചെയ്യുമ്പോഴത്തേക്കും അവർക്കൊക്കെ ഇത് വളരെ നല്ലൊരു അനുഭവമായിരിക്കും. കുറച്ചൊക്കെ കൂടെ വലുതാകുമ്പോഴത്തേക്കും അവർക്കത് ഇങ്ങനെയൊക്കെ യാത്രകൾ ചെയ്യാൻ കൂടുതൽ പ്രചോദനമാകും. അതേപോലെ തന്നെ അവിടെ കണ്ടില്ലേ ഒരുത്തൻ? എന്തിയേ ഇങ്ങ് വാ. എവിടെ? ഇങ്ങ് വാ. എന്തോ ഒരുത്തൻ നടന്നു വരുന്നു. അവിടെ ഇരുന്നു. എന്തുവാ? അവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് 2 പേരും തിമിർക്കുകയാണ്. കണ്ടില്ലേ? ഒരാളത് അവിടെ എനിക്കിതൊന്നും വയ്യെന്നും പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കോട്ട് എഴുതും. കറക്റ്റ്. ഇറങ്ങിയപ്പോഴത്തേക്കും വീണ്ടും കണ്ടില്ലേ കോട ഇങ്ങനെ കയറി വരുന്നു. ഈ ക്ലൈമറ്റിലൊക്കെയാണ് നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ സ്പെൻഡ് ചെയ്യേണ്ടത്. കണ്ടില്ലേ? ചാക്ക എങ്ങനെയുണ്ട് ചാക്ക? ഇഷ്ടപ്പെട്ട സ്ഥലം? ഇല്ലേ? പിന്നെ നിനക്ക് എന്തോ ഇഷ്ടപ്പെടുന്ന? പാർക്കാണ്. ഇവന് പാർക്കൊക്കെ ഇഷ്ടപ്പെടത്തുള്ളൂ. പാർക്കും ബീച്ചും. വേറെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും പിടിക്കത്തില്ല പിള്ളേർക്ക്. നമ്മളങ്ങനെ അടുത്ത് പോട്ട് വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടം. നമ്മുടെ കുട്ടിക്കാനം പോകുന്ന റൂട്ടിലുള്ള ഒരു അട്രാക്ഷനാണ്. റോഡ് സൈഡിൽ തന്നെയുള്ള ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെ അവിടെ ജസ്റ്റ് നിർത്തി. വെള്ളം കുറവാണ്. നമ്മൾ മുമ്പൊക്കെ വന്നപ്പോഴും ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും വെള്ളമൊക്കെ കുറവാണ്. എങ്കിലും ഉണ്ട്. അങ്ങനെ ആൾക്കാരൊക്കെ ഇവിടെ നിന്നു ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഓരോരുത്തരും. എങ്കിലും ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് ആളുകൾ ഇനിയും വരും. ഇനിയും വന്ന് കയറിക്കൊണ്ട് എല്ലാവരും. നമുക്കിത് ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാനുള്ള വഴിയുണ്ട്. സ്റ്റെപ്പ് താഴോട്ട് പോകണോ? പരുന്തുംപാറയിൽ വ്യൂ പോയിന്റിൽ കാഴ്ച കാണാൻ എത്തിയപ്പോൾ കണ്ടോ കാണുന്നത്? ഒന്നും കാണാൻ പറ്റുന്നില്ല. അമ്മാതിരി കോട. ഇതായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഇതാണ് നമുക്ക് വേണ്ടത്. വന്നിറങ്ങിയതും പ്രകൃതി നമുക്കായി ഒരുക്കിയ സമ്മാനം ഈ കോട. കണ്ടില്ലേ? ഫുള്ള് കോടയാണ് ഗൈസ്. അവരൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഒരുങ്ങി വരികയാണ്. പിള്ളേരെയൊക്കെ എടുത്തുകൊണ്ട് നമ്മളെന്തായാലും ഇവിടെ ഇങ്ങനെ നിന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ല ശരിക്കും. വരെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. കണ്ടില്ലേ? ഇത്ര മനോഹരം. വേഗം വാ, ഓടി വാ. വാവ ഇതാ ഓടി വരുന്നുണ്ട്. ഓടി വരുന്നു. കേട്ടോ വാവേ? എങ്ങനെയുണ്ട്? ഒന്നുകൂടെയാ? എന്താ ഒന്നുകൂടെ? മതി വാ, മതി. ഇത്രയും നേരം കോട ഉണ്ടായിരുന്ന സ്ഥലമാണ്. വേറെ നിമിഷ നേരം കൊണ്ട് നല്ല വെയിൽ. കാലാവസ്ഥ മാറി മറയുന്ന ഓരോ നിമിഷങ്ങളും ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ. കണ്ടില്ലേ? അങ്ങോട്ടൊക്കെ കോടയുണ്ട്. പക്ഷെ എങ്കിലും കോട മാറി ഇപ്പോൾ വെയിലായി. ഇതാ കാണുന്ന പരുന്തുംപാറ. അങ്ങനെ നമ്മൾ പരുന്തുംപാറയിലെ പരുന്തിനെ കണ്ടിരിക്കുകയാണ്. ഒരു പരുന്തിൻ്റെ ഷേപ്പാണ് ഈ പാറയ്ക്കുള്ളത്. അതുകൊണ്ടാണ് എന്നെ പരുന്തുംപാറ എന്ന് വിളിക്കുന്നത്. ഇല്ലേ? നല്ല ക്ലൈമറ്റ്, കോട. പിന്നെ അതാ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങേയായിട്ട് ഇവിടെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? കുറേ വെള്ളച്ചാട്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ടൈമാണ്. പിന്നെ നമ്മൾ എത്തിയിരിക്കുന്നു ചാലിക്കുളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചാർലി സിനിമയിലൂടെ പ്രശസ്തമായ ചാലിക്കുളത്തേക്ക്. ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണ് ഈ ലൊക്കേഷൻ ഉള്ളത്. നമുക്കിപ്പോൾ ഇത് കുട്ടിക്കാനത്ത് നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്റർ താഴെയുള്ളൂ. അടുത്ത് തന്നെയാണ്. നമുക്ക് ഏകദേശം ഒരു 15-20 മിനിറ്റ് ദൂരം യാത്ര മാത്രമേ ഉള്ളൂ കുട്ടിക്കാനത്ത് നിന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മളെന്തായാലും ചാലിക്കുളം കാണാൻ വന്നിരിക്കുകയാണ്. പടകളൊക്കെ വന്നു. ഒരാൾ താണ്ടേ വരുന്നു. മറ്റേ ആൾ അവിടെ ബാക്കിൽ എൻ്റെ അമ്മയുടെ കൈ പിടിച്ച് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? ചാലിക്കുളം. എവിടെ? ചാലിക്കുളത്ത് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. ഇതാ ഓടി തുള്ളിത്താടി പോകുന്നു. അങ്ങനെ നമ്മളെത്തിയിരിക്കുകയാണ് ചാലിക്കുളം. ചാർലി സിനിമയിലൂടെ പ്രശസ്തമായ സ്ഥലം. വെള്ളം കുറവാണ്, പക്ഷെങ്കിലും കൊള്ളാം.
നല്ല രസമുണ്ട്. തേയിലത്തോട്ട നടുവിലായിട്ട് ഇങ്ങനെ ഒരു കുളം. ഗൈസ് നല്ല ഹെവി റെയിൻ ആണ്. അടിപൊളി മഴയും അടിപൊളി ക്ലൈമറ്റും ആണ്. ഇപ്പൊ വേണമെങ്കിൽ കുട്ടിക്കാനൊക്കെ വരിക, വന്ന് വിസിറ്റ് ചെയ്യുക. നല്ല സൂപ്പർ മരിയൻ കോളേജ് കുട്ടിക്കാനം. നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് നോക്കി പോവുകയാണ്. ചാക്ക ഉറങ്ങി. ഇവിടെ എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടോ നോക്കി നോക്കുകയാണ്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ കുട്ടിക്കാലം യാത്രയൊക്കെ കഴിഞ്ഞ് അവസാനം എവിടെ പോകണം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരാശയം മനസ്സിലിച്ചു. നേരെ വിട്ടു കമ്പം. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ കമ്പം എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഏതെങ്കിലും ഒരു മുന്തിരിപ്പാടം എന്തെങ്കിലും കണ്ടുപിടിച്ച് ചുമ്മാ ഒന്ന് കയറി മുന്തിരിപ്പാടമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകണം. നമ്മളങ്ങനെ കമ്പത്തോട്ട് പോകുന്ന വഴിയരിയിൽ കണ്ടതാണ്. കണ്ടില്ലേ, ഇഷ്ടം പോലെ മാങ്ങ. ഇവിടെയുള്ള കടകളിലെല്ലാം ഉണ്ട്. റോഡ് സൈഡ് ഫുള്ള് അപ്പുറത്തുണ്ട്. അങ്ങോട്ടെല്ലാം ഇഷ്ടംപോലെ മാങ്ങകൾ ഇങ്ങനെ നല്ല നാട് മാങ്ങകൾ. ഇവിടെ ഇഷ്ടംപോലെ തോട്ടമുണ്ടല്ലോ. പഴുത്ത മാങ്ങകളല്ലാത്ത മാങ്ങകൾ, പല വെറൈറ്റി മാങ്ങകൾ എല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അല്ലേ, കണ്ട ചുവന്ന കളർ മാങ്ങ. അങ്ങനെ നമ്മളിത് കണ്ടിട്ട് ഒന്ന് നോക്കിയത് നല്ല മാങ്ങയുണ്ടെങ്കിൽ മേടിക്കാം എന്തെങ്കിലും വന്നിരിക്കുന്നതാണ്. നോക്കട്ടെ എങ്ങനെയുണ്ട്. ഇത് കൊള്ളാം, അടിപൊളി മാങ്ങ. ഇവിടെ മാങ്ങ മാത്രമല്ല, ഇതാ നല്ല പുളിയും ഉണ്ട്. അടിപൊളി പുളി, നല്ല നാടൻ പുളി. ഇതും കൂടെ നോക്കാം. നമ്മളെന്തായാലും ഇതാ ഇവിടെ മാങ്ങ പറഞ്ഞ് മല്ലിക മാങ്ങ 1 കിലോ മേടിക്കുന്നത് 100 രൂപ. പിന്നെ ഇതാ ഇവിടെ തൊട്ടടുത്ത് നഴ്സറി ഉണ്ട്. നല്ല പുളിയും കൂടെ കണ്ട് വയൽ വെള്ളം വരുന്നത്. കുറച്ച് പുളിയും കൂടെ മേടിക്കാം. അങ്ങനെ എന്താ നമ്മൾ എത്തിയിരിക്കുന്നു കമ്പത്തുള്ള MSR മുന്തിരിത്തോട്ടം. ഇങ്ങോട്ടാണ് നമ്മൾ കയറുന്നത്. നമ്മൾ അകത്തോട്ട് പോയി മുന്തിരി സംഭവങ്ങളൊക്കെ ഒന്ന്, മുന്തിരിത്തോട്ടത്തിൽ നേരെ വന്നിട്ടില്ല, അപ്പം മുന്തിരിത്തോട്ടമൊക്കെ ഒന്ന് കാണാനായിട്ട് വന്നതാണ്. എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി വരുന്നു. ഞങ്ങൾ അങ്ങനെ കമ്പത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. കമ്പത്ത് മുന്തിരിപ്പാടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. ഫുള്ള് മുന്തിരികളാണ്. കണ്ട നൈസ്. ഹിന്ദി മുന്തിരി കാണാൻ ഗൈസ്. കണ്ട ഫുൾ ലോട്ട്സ് ഓഫ് മുന്തിരീസ്. കണ്ട നല്ല മുന്തിരി. ഒരെണ്ണം പോലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റൂല. 500 രൂപ ഫൈൻ. അപ്പുറത്തെ സൈഡിൽ ഗ്രീൻ മുന്തിരികൾ കണ്ട. ഇങ്ങനെയാണ്. മേടിക്കുകയാണെങ്കിൽ ഒരു പെട്ടിക്ക് 100 രൂപ, പറിച്ചു കഴിഞ്ഞാൽ 500 രൂപ. നിറയെ ആൾക്കാരുണ്ട് ഇവിടെ മുന്തിരിപ്പാടത്ത്. എല്ലാം മലയാളികളാണ്. പിന്നെ ഇവിടെ 2 പേരുണ്ട് മേൽനോട്ടം വഹിക്കാനായിട്ട്. ആരെങ്കിലും മുന്തിരി തൊടുകയോ പിച്ചയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വിളിക്കും. 500 രൂപ ഫൈനെന്നും പറഞ്ഞുകൊണ്ട്. ഉണ്ടല്ലേ, എന്ത് ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. ഇതേപോലെ വേറെയും കുറേ തോട്ടങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പം നമുക്ക് എന്തായാലും വന്ന വഴിക്ക് തൊട്ടടുത്തുണ്ടായിരുന്ന ഇതായിരുന്നു MSR മുന്തിരിത്തോട്ടം. അങ്ങനെ നേരെ ഇങ്ങോട്ടാണ് കയറിയത് നമ്മൾ. ഈ ഒരു സാധനമാണ് പിന്നീട് വളർന്ന് മുന്തിരികളായി മാറുന്നത്. ഇതുപോലെ ഓരോ സ്റ്റേജിലുള്ള പല പല മുന്തിരികൾ ഇവിടെ ഉണ്ട്. ഇത് ഫസ്റ്റ്, ഇത് കഴിഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് നമുക്ക് അകത്ത് കാണാം. അത് കഴിഞ്ഞുള്ള അങ്ങനെ ഏറ്റവും പഴുത്ത സ്റ്റേജ് താണ്ട ഇവിടെ ഉണ്ട്. ഇവിടെ നിൽക്കുന്ന എല്ലാം പഴുത്ത മുന്തിരികളാണ് ഇതിനകത്ത് നിൽക്കുന്നത്. അങ്ങനെ നിറയെ കാണാറുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗൊറില്ല, പിന്നെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. 2 ഗൊറില്ലകൾ ഇവിടെ ഇങ്ങനെയായി ഇവിടുത്തെ ഗൊറില്ലയുടെ പുറത്ത് ഇങ്ങനെ വലിഞ്ഞു കയറിയിരിക്കുന്നു, വിളയാടുന്നു. എങ്ങനെ ഉണ്ടടി? എന്താ പറയുന്നത്? ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത്? എങ്ങനെ പക്ഷെ പറ്റുന്നില്ല. എല്ലായിടത്തും കണ്ണുകളുണ്ട്. എവിടെ നിന്നൊക്കെ പറിച്ചു കഴിഞ്ഞാലും ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. ഒന്നും പറിക്കാൻ പറ്റുന്നില്ല ഇവിടുന്ന്. ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ കുമിളിയിൽ എത്തിയിരിക്കുകയാണ്. തമിഴ്നാട് കേരള ബോർഡർ ആണ്. ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ. 2 ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഒന്ന് തമിഴ്നാട് ചെക്ക് പോസ്റ്റും ഉണ്ട്, ഒന്ന് കേരള ചെക്ക് പോസ്റ്റും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതായിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചെക്ക് പോസ്റ്റ് കയറുവാണ്. ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കയറുകയാണ് ഗൈസ്. ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് മാവി എങ്ങോട്ട് പോകുന്നു? ആ MGR കണ്ടിട്ടാണ് അവൻ ചോദിച്ചത് ഇതൊരു അപ്പൂപ്പനല്ലേ ഒന്ന് ഗൈസ്. നമ്മൾ ഇതാ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്. അതാണ് ഗൈസ്. പോലീസൊക്കെ ഉണ്ട് ഗൈസ്. ഇവരെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല എനിക്ക്. മഴയുണ്ട് ഗൈസ്. കണ്ടോ, മഴയില്ല ഗൈസ് എന്ന്. ഞങ്ങൾ അങ്ങനെ കേരളം എത്തി. കേരളം എത്തി. ചെക്കനും പെണ്ണും വന്നൊരു കേരളം. നല്ല ബ്ലോക്കാണ്. ഹായ് പറയടാ ചാക്കോ. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നേ? ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നേ? ഇഷ്ടപ്പെട്ടോ?
എവിടൊക്കെ പോയ സ്ഥലങ്ങൾ പറ. ആ പിന്നെ ആ പിന്നെ ഒരു കുളത്തിൽ പോയില്ലേ? ഏത് കുളമായിരുന്നാ? ആ മിടുക്കൻ. കുറ്റിക്കാനല്ല കുട്ടിക്കാനം. അങ്ങനെയൊക്കെ കൊറേ അടുത്ത് നമ്മള് പോയി ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കേരളത്തിലോട്ട് കയറി. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങുവാണേ നമ്മളല്ലേ ആൾക്കാര്. ഇനി എന്താ ഇറങ്ങാൻ? ഇപ്പൊ മണി 7 ആവുന്നു. ഇനി എന്തായാലും നേരെ പോവുക, വീട് പിടിക്കുക. കുട്ടിക്കാനോ ഇറങ്ങണം. അതോടെ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ യാത്ര ഇവിടെ അവസാനിച്ചിട്ടില്ല, ഇനിയുണ്ട്. ഇനിയുണ്ടോ? ഓക്കെ ഗൈസ്, ബൈ ഗൈസ്.